ആനക്കരയിൽ സംഭരണത്തിനായി പാടശേഖരത്തിൽ കൂട്ടിയിട്ട നെല്ലുകൂനയിലേക്ക് മലിനജലം ഒഴുക്കിവിട്ട് നെല്ല് നശിപ്പിച്ചു. ആനക്കരയിലെ കർഷകൻ കൃഷ്ണൻ മുണ്ട്രട്ടിന്റെ കൃഷിയിടത്തിൽ വിളവെടുത്ത 8 ടൺ നെല്ലാണ് നശിച്ചത്. ദിവസങ്ങൾക്ക് മുമ്പ് നെല്ല് കൊയ്ത ശേഷം പാടത്ത് ടാർപോളിൻ ഷീറ്റിട്ട് മൂടിവെച്ചതായിരുന്നു. രാവിലെ കൃഷ്ണൻ കൃഷിയിടത്തിലെത്തിയപ്പോഴാണ് പാടശേഖരത്തിൽ വെള്ളം നിറഞ്ഞ നിലയിൽ കാണുന്നത്. പാട്ടത്തിനെടുത്ത 9 ഏക്കറിൽ വിളവെടുത്ത 8 ടൺ നെല്ലാണ് പാടശേഖരത്തിൽ സൂക്ഷിച്ചിരുന്നത്. ഇത് പൂർണ്ണമായും വെള്ളം കയറി നശിച്ചു. രാത്രിയിൽ വാഹനത്തിലെത്തിയ സംഘം മലിനജലം പാടശേഖരത്തിലേക്ക് ഒഴുക്കിവിട്ട രീതിയിലുള്ള അടയാളങ്ങളും പ്രദേശത്തുണ്ട്. സമാന രീതിയിലുള്ള ഈ സംഭവം ഇത് 3-ാം തവണയാണ് ആവർത്തിക്കുന്നത്. കഴിഞ്ഞ 2 തവണയും തൃത്താല പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ലെന്ന് കർഷകൻ കൃഷ്ണൻ പറഞ്ഞു. ഇത് 3-ാമത്തെ വട്ടാണ് ഈ മാലിന്യം ഈ കണ്ടെത്തി കൊടുത്ത് തള്ളണത്. 3-ാമത്തെ വട്ടാണ്. ഈ 3 വട്ടം മാലിന്യം തള്ളിയിട്ട് ഞാൻ പലയിടത്തും കംപ്ലൈന്റ് പറഞ്ഞു. കംപ്ലൈന്റ് പിന്നെ ഒന്നാമത് തൃത്താല പോലീസിൽ കംപ്ലൈന്റ് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം തൃത്താല പോലീസ് നമ്മൾ കംപ്ലൈന്റ് ചെയ്ത് വന്ന് നോക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആൾ സ്വാധീനം വേണം, അല്ലെങ്കിൽ പണസ്വാധീനം വേണം. ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഒന്നുണ്ടെങ്കിലാണ് തൃത്താല പോലീസ് അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുള്ളൂ. അല്ലാതെ തൃത്താല പോലീസ് വരില്ല. കാശുണ്ടെങ്കിൽ ഉടനെ ഓടിയെത്തും. ഞാൻ ഇതിന്റെ മുന്നിന്റെ നെല്ല് പോത്ത് നിന്ന സമയത്ത് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിട്ടും അവിടുത്തെ CI അടക്കം അവിടുത്തെ SIO അടക്കം അങ്ങനെ ഉണ്ടായത് വന്ന് നോക്കുപോലും ചെയ്തില്ല. കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് മേടിച്ച കടലാസടക്കം എൻ്റെ കയ്യിലുണ്ട്. ഇപ്പൊ ഇത് വന്നിട്ട് ഞാൻ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോട് പറഞ്ഞു, CPM-ന്റെ നേതാവിനോട് പറഞ്ഞു, കോൺഗ്രസിന്റെ നേതാവിനോട് പറഞ്ഞു, നമുക്കിത് എങ്ങനെയും ഇത് ആളെ കണ്ടുപിടിക്കാൻ പറ്റുമോ വെച്ചിട്ട് എന്നിട്ടുണ്ടായില്ല. ഞാൻ 9.5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്താണ് ഈ കാണുന്നത്. അത് തന്നെ പന്നി നാശാക്കി കഴിഞ്ഞിട്ട് ആകെയുള്ള നെല്ല് കംപ്ലീറ്റ് നാശാക്കി. ബാക്കിയുള്ള നെല്ല് ഞാൻ കൊയ്തിട്ട് നെല്ലില്ല, വൈക്കോലില്ല. ഇപ്പൊ ഇതിൽ നിന്നും വൈക്കോല് ഞാൻ കെട്ടിയില്ല. ഇതിലൊക്കെ വൈക്കോല് ആകെ തുച്ഛമായ വൈക്കോലൊക്കെ പന്നിയാണ് നാശാക്കണത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയിട്ട് ഞാൻ കൊയ്ത് കൊണ്ടുവന്ന് കൂട്ടിയിട്ട്, അതോ 1 മണിക്കൂറിന് 2400 റുപ്യ കൊടുത്തിട്ടാണ് കൊയ്യിക്കണത്. ആ കൊയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൂട്ടിയ നെല്ലിലേക്കാണ് ഈ കൊണ്ടുവന്നിട്ട് ഈ മാലിന്യം തള്ളിയിരിക്കുന്നത്. ഞാൻ ഇത് പാരാന്റെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യണം. ഞാൻ എൻ്റെ സ്വന്തം സ്ഥലമല്ല. അതെന്നെ ഈ കപ്പൂര് കൃഷിഭവനിൽ നിന്നാണെന്ന് വിത്ത് തരില്ല, വളം തരില്ല, ഒന്നും തരില്ല. കൃഷിക്കാരോട് ഈ കൃഷിഭവനോ അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരോ അല്ലെങ്കിൽ നാട്ടിലുള്ള രാഷ്ട്രീയക്കാരോ ആരും സ്വാധീനമില്ല. കൃഷിക്കാരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിട്ട് കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് സപ്ലൈകോന് കൊടുത്ത് ഞാൻ നെല്ലിന്റെ പൈസ തന്നെ കിട്ടുക 6 മാസം 8 മാസം കഴിഞ്ഞിട്ടാ. അങ്ങനെ കൃഷിക്കാരെങ്ങനെ ബുദ്ധിമുട്ടുന്ന സമയത്താണ് കൃഷിക്കാരനെ സാമൂഹ്യ ദ്രോഹികളായുള്ള ആൾക്കാർ കൊടുന്നിട്ട് ഈ മാലിന്യം കൊടുന്ന് തള്ളിയിട്ട് നാറിയിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ. എൻ്റെ ഉള്ള നെല്ലൊക്കെ നശിച്ചു പോയി. ഇന്നിപ്പോ രണ്ടാളെ ഞാൻ 2 പെണ്ണുങ്ങളെ കൂലിക്ക് കൂട്ടി കൊണ്ടുവന്നിട്ടാണ് ഞാനിപ്പോ ഈ പണിയെടുപ്പിക്കുന്നത്. അതന്നെ അവര് വേറെ സ്ഥലത്ത് പണിയെടുക്കുന്നോടന്ന് കൂട്ടിക്കൊണ്ടുവന്നാ. അത്രയും പൊരി വെയിലത്ത് നിന്നിട്ട് ഇത്രയും അധ്വാനിച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഇതാണിത്. ഇതിനൊരു വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കണം. അത് ബഹുമാനപ്പെട്ട കളക്ടറോ അല്ലെങ്കിൽ ഈ കൃഷിഭവനല്ലാതെ AD സാർ മുതലുള്ള ജില്ലാ കൃഷി ഓഫീസർമാർ അവരൊക്കെ ചെയ്തെങ്കിലേ നടക്കുള്ളൂ. കൃഷിക്കാരന്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ വിജിലൻസ് ഉണ്ട്, മറ്റവരുണ്ട്, മറിച്ചവരുണ്ട് പറഞ്ഞിട്ട് കൃഷി ഓഫീസർമാരൊക്കെ മിരട്ടും. കൃഷിക്കാരനൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഒരു വിജിലൻസ് ഇല്ല, ഒരു മേലുദ്യോഗസ്ഥന്മാരില്ല, പോലീസില്ല, ഭരണാധി വർഗങ്ങൾ ഒറ്റൊന്നുമില്ല. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.